വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ റിവ്യൂ കണ്ട് മടുത്തിട്ടുള്ളൊരു സംഭവമായിരിക്കും. ശരിയാണ്, വേറെ ഒന്നിൻ്റെ അല്ല. ഈ ഡാസ്ലറിന്റെ DL-C025 എന്ന് പറയുന്ന ഷെയ്ഡിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് സംഭവം അടിപൊളി ഷെയ്ഡാണ്. പിന്നെ എനിക്കിത് കിട്ടിയത് 155 റുപ്പീസിനാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 200 ആണ് ഇതിൻ്റെ പ്രിന്റഡ് റേറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വില നോക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡ് നോക്കിയിട്ടാണെങ്കിലും, ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ചുണ്ടിലിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ ഇത് രണ്ട് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ഇത് അടിപൊളിയാണ്, വേർത്താണ്. പക്ഷേ ഇനി ഇതിന് ചെറിയൊരു ഫോൾട്ട് തോന്നി. ഇനിയിപ്പോൾ അത് എൻ്റെ മാത്രം ഫോൾട്ടായിട്ട് എനിക്ക് മാത്രമാണോ എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നം തോന്നി. അത് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ഇടണം കേട്ടോ. എല്ലാവരും ഈ സാധനത്തിനെ പാക്കിന്ന് പൊട്ടിക്കുന്നു, അത് കഴിഞ്ഞ് കയ്യിലും ചുണ്ടിലൊക്കെ ഇട്ട് കാണിക്കുന്നു, അത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇതിന് വേറൊരു, അതായത് ഇതിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്മെല്ല് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കിതിൻ്റെ സ്മെല്ല് കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 ദിവസം ഇട്ട് കഴിഞ്ഞാൽ ചുണ്ട് ഒന്ന് ഡാർക്കർ ആവുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് മാത്രം തോന്നിയ പ്രശ്നമാണോ അല്ലെങ്കിൽ എൻ്റെ ചുണ്ടിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചുണ്ട് ഡാർക്കറായി തോന്നി. പൊതുവേ എൻ്റെ ചുണ്ട് കുറച്ച് ഡാർക്കർ ലിപ്പായിരുന്നു. പക്ഷെ കുറച്ച് ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ പിഗ്മെൻറ്റേഷൻ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ലോണം കുറച്ചൊന്നല്ല. ഇനി അത് എൻ്റെ ചുണ്ടിൻ്റെ പ്രശ്നമാണോ അതോ ലിപ്സ്റ്റിക്കിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അതുവരെ അത്ര ഡാർക്കറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞാൻ പിഗ്മെൻറ്റേഷൻ ചെറുതായിട്ട് കുറച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ ഡാർക്കറായിട്ട് തോന്നിയത് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തതിന് ശേഷമായിരുന്നു. സോ എനിക്ക് തോന്നി അതുകൂടെ പറയണം, വീഡിയോയിൽ പറയണം എന്ന് എനിക്ക് തോന്നി. ഞാൻ സാധാരണ പുറത്ത് പോകുന്ന സമയത്ത് ആകെ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ആണ്. അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം എനിക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല ഷെയ്ഡാണ് സംഭവം, നമുക്കിത് വേർത്തുമാണ്. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങി. 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ മേക്കപ്പോ കാര്യങ്ങളൊന്നും ഇടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുഖം മാത്രം വാഷ് ചെയ്തിട്ട് കയറി കിടക്കും. ഈ സാധനം അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു ലിപ്സ്റ്റിക് അല്ല കേട്ടോ. അല്ലെങ്കിൽ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മൊത്തം പോകുന്ന ഒരു ലിപ്സ്റ്റിക്കേ അല്ല. കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് കിടക്കും. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും, അതായത് വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ടും ചുണ്ടിൽ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ വാസലിൻ യൂസ് ചെയ്ത് എടുത്ത് കളയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ഞാനിത് നോട്ടീസ് ചെയ്തതിന് ശേഷം ഞാനത് നിർത്തി. പകരം വന്നു കഴിഞ്ഞ ഉടനെ, അതായത് എൻ്റെ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിത് വാസലിൻ യൂസ് ചെയ്ത് കളയാൻ തുടങ്ങി. ആദ്യം തന്നെ ഞാൻ ഇത് കളയാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് നമ്മുടെ ചുണ്ട് അങ്ങനെ ഡ്രൈ ആക്കുന്നൊന്നും ഇല്ല, ഇടുമ്പോഴൊന്നും അങ്ങനെ അത്ര ഡ്രൈ ആക്കുന്നില്ല. അപ്പം ഞാൻ ചുണ്ടിൽ ലിപ് ബാമോ വാസലിനൊന്നും ഇടാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പരിപാടി ഞാൻ നിർത്തി. കാരണം ചുണ്ടിന് എന്തോ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, എന്തോ ഡാർക്കർ ആക്കുന്നു എന്നൊരു ഫീൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇനി അത് എൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഈ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പം നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ ചുണ്ട് കറക്കുന്നുണ്ട് വെച്ചിട്ട് ഞാൻ എന്തായാലും ഈ ഷെയ്ഡ് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡുമാണ്. അത് നമ്മളെന്തായാലും ഒരു 150 രൂപ കൊടുത്ത് വാങ്ങിയ സാധനമായതുകൊണ്ട് എന്തായാലും ഇത് ഉപേക്ഷിക്കാൻ പോകണില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ ഡെയിലി ഇട്ടിട്ട് പോവണ്ട. ചുണ്ടിന് എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യത എനിക്ക് ഫീൽ ചെയ്തു, അങ്ങനെ വരുന്ന ഡാർക്കർ ആക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് നോട്ടീസ് ചെയ്യുക. അങ്ങനെ ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസേജ് ഒന്ന് കുറയ്ക്കുക. പിന്നെ ലിപ്പിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാസലിനോ ലിപ് ബാമോ എന്തെങ്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയാനും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ, അതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കമൻറ്റ് ഇടുക. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അതും കമൻറ്റ് ഇടുക. അത് എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് അറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് മാത്രമാണോ അങ്ങനെ വരുന്നത്? കാരണം ഞാൻ വേറെ എവിടെ ഇങ്ങനെ റിവ്യൂ കണ്ടില്ല. എല്ലാവരും ഇത് നല്ല ഷെയ്ഡാണ്, അടിപൊളിയാണെന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് കണ്ടില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.